നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ബലി പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ. ബലി പെരുന്നാളിന് നമ്മൾ കലണ്ടറിലൊക്കെ ബക്രീദ് എന്നാണ് കാണുന്നത്. അപ്പോൾ ബക്രീദ് ആശംസകൾ, ബലി പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, +2 റിസൾട്ട് വന്നതിന് ശേഷം ഒരു പെൺകുട്ടി തോറ്റ് ആ കുട്ടി കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത നമ്മൾ കാണുകയുണ്ടായി. ആ കുട്ടിയെ കാണാൻ എന്തൊരു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് അങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോൾ അതിന് കുട്ടികൾക്ക് ഏത് റിസൾട്ട് വന്നാലും അവരെ ആശ്വസിപ്പിക്കേണ്ടത് രക്ഷിതാക്കളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അവരുടെ മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചിലപ്പോൾ 2 മാർക്കാ 3 മാർക്കാ ടീച്ചേഴ്സ് 2-3 പ്രാവശ്യം മൂല്യനിർണ്ണയം നടത്തും. അപ്പോൾ അതിൽ ചിലപ്പോൾ ടീച്ചർമാർക്ക് 1/2 മാർക്കോ 1 മാർക്കൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2-3 മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് വാല്യുവേഷനിൽ അവരെ വാങ്ങിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പേപ്പറൊക്കെ നോക്കുമ്പോൾ സത്യസന്ധതയും ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ടീച്ചർമാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ടീച്ചർമാർ 3 നോക്കിയിട്ടാണ് റിസൾട്ട് വരിക. കുറച്ച് എത്ര മാർക്കിൻ്റെ കുറവാന്ന് നമുക്കറിയില്ല. 1 മാർക്കിൻ്റെ ഒക്കെ കുറവ്, 1/2 മാർക്കിൻ്റെ കുറവ്, അല്ലെങ്കിൽ ഒരു 1.5 2 ആണെങ്കിലും ചിലപ്പോൾ ചില ടീച്ചർമാർ ആ കുട്ടീനെ ജയിപ്പിക്കാൻ നോക്കും. ചിലപ്പോൾ മിനിമത്തിലും കുറവായിട്ടാണ് തോൽക്കുക. അപ്പോൾ തീരെ ചിലപ്പോൾ എത്ര കുറവെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കും. പിന്നെ തഞ്ഞ് 2 എത്ര വിഷയത്തിന് പോയിരുന്നു അറിയില്ല. +2 തോറ്റതിൻ്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തു കിടപ്പുമുറിയിൽ എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ കുട്ടീനെ നോക്കുമ്പോൾ യൂണിഫോമും കോട്ടൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ കുട്ടിയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടിക്ക് 10 പാസ്സായതല്ലേ, ഇനിയിപ്പോൾ ആണെങ്കിൽ എഴുതാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ രക്ഷിതാക്കൾക്ക് അതിനെ കൂടുതൽ ധൈര്യം കൊടുക്കായിരുന്നു. മോളെ സാരമില്ല, ഇനി ഉണ്ടല്ലോ ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എത്രയോ പേര് 10ാം ക്ലാസ് തോറ്റിട്ട് 3-4 വട്ടം എഴുതിയിട്ടു, പ്രീ ഡിഗ്രി തോറ്റിട്ട് 3-4 വട്ടമൊക്കെ എഴുതിയിട്ടു, അല്ലെങ്കിൽ ഡിഗ്രി തോറ്റിട്ട് എഴുതിയിട്ടു ഓരോ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ പാസ്സാകാൻ പറ്റാത്തവർ പിന്നെയും ചാൻസ് എടുത്തിട്ട് പാസ്സായിട്ട് സർക്കാർ ഗവൺമെൻറ് സർവീസിൽ തന്നെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. എന്തായാലും രക്ഷിതാക്കൾക്ക് ഇത്രയും വളർത്തി വലുതാക്കിയ ആ കുട്ടീനെ നഷ്ടപ്പെട്ട്, ആ കുട്ടീൻ്റെ ജീവനും നഷ്ടപ്പെട്ട് എത്ര വിഷമിച്ചിട്ടായിരിക്കും ആ കുട്ടി അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുക. ആത്മഹത്യ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഗതിയില്ലാതെ 1% അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അത് ഇതാവില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ഒന്നും ഉണ്ടാകാൻ പറ്റാത്ത അവസ്ഥയിൽ കുട്ടികളൊക്കെ മാനസികമായിട്ട് ആകെ സമ്മർദ്ദത്തിലാണ്. പിന്നെ ഈ മൊബൈൽ ഫോണൊക്കെ വന്നതോടുകൂടി അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ കുട്ടികളിരുന്ന് ഒരു 1/2 മണിക്കൂറാ 1 മണിക്കൂറാ, ചില കുട്ടികൾ ഫുള്ള് മൊബൈലായിരിക്കും. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ അത് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കൾ ആകെ സമ്മർദ്ദത്തിലായി. അപ്പോൾ നമ്മൾ അവരെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എന്താ റിസൾട്ട് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ഇതാക്കാനല്ലേ. അല്ലെങ്കിൽ നമ്മളായിരിക്കും എടുത്തിട്ട് എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്കായിരിക്കും. പിന്നെ അത് രക്ഷിതാക്കളെ കൊണ്ടാന്ന് പറയും. പിന്നെ രക്ഷിതാക്കൾക്കാണെങ്കിൽ ഇപ്പോൾ മക്കൾ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മരിക്കണ വരാൻ ദുഃഖമായിരിക്കും. എനിക്ക് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല നമുക്ക് തോന്നും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര കുട്ടികളാണ്. അപ്പോൾ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കുക. പണ്ടത്തെ നമ്മളെ കാലമൊന്നുമല്ല. അപ്പോൾ കുട്ടികളെ ഇഷ്ടത്തിന് വിടുകയാണ് നല്ലത്. അവർ ഇപ്പോഴത്തെ കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ പണ്ടെന്ന് പറഞ്ഞാൽ 6, 7, 8, 10, 12 മക്കളെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ 7, 8, 12 മക്കളൊക്കെ ഞങ്ങളെ ചുറ്റുമുള്ള രക്ഷിതാക്കളുണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോഴും ജീവിച്ചിട്ടും ഒക്കെ കാണുന്നുണ്ട്.
നന്നായിട്ടൊക്കെ അന്ന് പട്ടിണിയും ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിരുന്നവരാ. അപ്പോൾ അവരൊക്കെ നന്നായി ജീവിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അന്നത്തെ പോലെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 10ഉം 12ഉം ഓരോരുത്തർ ആത്മകഥയൊക്കെ വായിക്കുമ്പോൾ 10ഉം 12ഉം മക്കളുണ്ടായിട്ട് 3, 4ഒക്കെ ബാക്കിയായിട്ടൊക്കെ കാണുള്ളൂ. ഇപ്പം അതല്ല. ഇപ്പോൾ രക്ഷിതാക്കൾ തിരക്കിലും ജോലി അതും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ കുട്ടികളെ നോക്കാൻ പറ്റാത്ത സമയമില്ല, അല്ലെങ്കിൽ കുട്ടികളെ വളർത്താൻ ചിലവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇതാണ്. രക്ഷിതാക്കൾക്ക് 1, 2 കുട്ടികളേ ഉള്ളൂ. അപ്പം എല്ലാവരും പണ്ടൊക്കെ അമ്മമാർ ചോദിക്കൂല, അമ്മമാരൊക്കെ ജോലിക്ക് പോകണവരാ. അപ്പോൾ കുട്ടികളെ നോക്കാൻ ടൈമില്ല. അപ്പോൾ കുട്ടികളെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ എണ്ണം കുറവുള്ള ഈ കുട്ടികൾ അവർക്ക് മറ്റേ സഹോദരന്മാരോ ആരുമില്ല. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്നും പ്രവർത്തിക്കേണ്ടതെന്നും അറിയില്ല. ആരും അവരെ ആശ്വസിപ്പിക്കാനുമില്ല. ആകെ ടെൻഷനിലും സമ്മർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾ. എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും കേരളത്തിലൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അവർക്കൊരാശ്വാസമില്ല. ഇപ്പോൾ രക്ഷിതാക്കളാണെങ്കിൽ മൊബൈലിലായിരിക്കും, അവരും മൊബൈലിലായിരിക്കും, ആർക്കും ടൈമില്ലാത്ത കാലഘട്ടം. അപ്പോൾ ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കുക കുട്ടികളുടെ കാര്യത്തിൽ. അവരെ വഴക്ക് പറയാതിരിക്കുക, ഉള്ള റിസൾട്ടിൽ സംതൃപ്തിപ്പെടുക. പിന്നെ വെച്ചാൽ അവരെ ഇഷ്ടം ചോദിക്കുക, എന്താ പഠിക്കേണ്ടതെന്ന് അവർക്കൊരു ഇഷ്ടം ഉണ്ടാവും, ആ ഇഷ്ടത്തിനനുസരിച്ച് വിടുക. രക്ഷിതാക്കളെ ഇഷ്ടത്തിനനുസരിച്ചല്ല കുട്ടികളെ വിടേണ്ടത്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിക്കുക. പിന്നെ കിട്ടിയ മാർക്കിൽ അവരെ അഭിനന്ദിക്കുക. അവർക്ക് ഇനിയും സമയം കളയാതെ അവരോട് പഠിക്കാൻ പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ആ കുട്ടി കുട്ടി ആത്മഹത്യ ചെയ്തു. ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. പിന്നെ ആ ജീവിക്കുന്ന ഒപ്പമുള്ളവർക്ക് അല്ലെ ബന്ധുമിത്രാദികൾക്കും അച്ഛനും അമ്മയ്ക്കും കാലാകാലം ദുഃഖമായി. അതിലിപ്പോൾ എന്താ കാര്യമുണ്ട്? എന്താ അവിടെ നടന്നതെന്ന് അറിയില്ല, കുട്ടീനെ വഴക്ക് പറഞ്ഞൊന്നും അറിയില്ല. ഇനി കുട്ടിക്ക് എനിക്ക് ഞാൻ എന്തിനാ ജീവിക്കണമെന്ന് തോന്നിയൊന്നും അറിയില്ല, ഒന്നും നമുക്കറിയില്ല. നല്ലൊരു കുട്ടിയായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ അതാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. കുട്ടികളെ റിസൾട്ടിന് സംതൃപ്തിപ്പെടുക, അവരെ വേണ്ട കോഴ്സിന് പറഞ്ഞയക്കിയപ്പോൾ പല കുട്ടികൾക്കും പല ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾ ജീവിക്കുക, രക്ഷിതാക്കൾ അതിനുള്ള സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അടുത്ത ദിവസം കാണാം.